മധുരയിൽ നടക്കുന്ന CPIM പാർട്ടി കോൺഗ്രസ് തുടരുന്നു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് ഇന്ന് മറുപടി പറയും. അതേസമയം വീണ വിജയനെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചതിൽ നേതാക്കൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, കഴിഞ്ഞ ദിവസം ഈ ക്ഷണിതാക്കളുടെ എണ്ണവും അതോടൊപ്പം ഈ പ്രായപരിധി സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ ചർച്ചയായിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഈ വീണ വിജയനെതിരെ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചൊരു സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും ആരോപണം ഉയരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് പാർട്ടി കോൺഗ്രസിൽ? പാർട്ടി കോൺഗ്രസ് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് വീണ ടിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു നിയമ നടപടിക്ക് മുന്നോട്ട് പോകാൻ SFIO തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും അത് കുറ്റപത്രം ഉൾപ്പെടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടന്നാൽ മതിയാവും. നിയമം ഉപദേശം കൃത്യമായി തേടിയതിനു ശേഷമാണ് SFIO കുറ്റപത്രം സമർപ്പിക്കുകയും അത് പിന്നീട് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് സമർപ്പിക്കുകയും അതോടുകൂടി തന്നെ കമ്പനി കാര്യാലയം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇന്നലെ മുതൽ തന്നെ പ്രതിപക്ഷവും NDAയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെ ഇന്നലെ നടത്തിയിട്ടുണ്ട്. കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ കൈക്കൂലി പോയ വഴികൾ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രവുമല്ല, നിലവിൽ ഇത്രയധികം വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാജിക്കപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നു. NDAയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇതേ ആശയം തന്നെയാണ് പങ്കുവച്ചത്. കാരണം മുഖ്യമന്ത്രി ആരോപണ വിധേയയായ മകളുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയേണ്ട ഒരു സാഹചര്യം ഇന്നിപ്പോ സംസ്ഥാനത്തുണ്ട് എന്ന തരത്തിൽ പ്രതിപക്ഷ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ CPIMന്റെ മുതിർന്ന നേതാക്കൾ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട സാഹചര്യം നിലവിൽ ഉണ്ട്. കാരണം മുൻ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ SFIOയുടെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പല ആവർത്തി CPIM നേതാക്കന്മാർ തന്നെ ഒരു സംരക്ഷണ കവചം ഒരുക്കി വീണയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സംരക്ഷണ കവചം ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഒരു പക്ഷേ CPIM സംസ്ഥാന സെക്രട്ടറിയോ അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഇന്ന് മധുരയില് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തം. കാരണം ആദ്യഘട്ടത്തിൽ പാർട്ടി വീണ ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ തള്ളി പറഞ്ഞിരുന്നു. പാർട്ടി അംഗമല്ല, പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്തയാൾ, മുഖ്യമന്ത്രിയുടെ മകൾ. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല എന്ന തരത്തിലൊക്കെ തന്നെ അന്ന് CPIM നേതാക്കന്മാർ പറഞ്ഞിരുന്നു. പിന്നീട് അവരെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അന്വേഷണം, അതായത് ഈ കൊച്ചി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ഹർജി തീർപ്പ് കൽപ്പിച്ചത് തന്നെ ഇത്തരത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം അനിവാര്യമല്ല എന്ന തരത്തിലൊക്കെ തന്നെ കോടതിയുടെ തീർപ്പ് വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ CPIM നേതാക്കന്മാർ വലിയ തരത്തിൽ കേസ് കൊടുത്തവർക്കെതിരെയും ഒപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയും ഒക്കെ തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി അസാധ്യമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിയുടെ ഏറ്റവും വലിയ മീറ്റിംഗ് നടക്കുന്ന ഒരു സമയത്താണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നേരെ വലിയ തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷൻ നടപടിയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത പാർട്ടി കോൺഗ്രസിന് പുറത്ത് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതേസമയം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് തുടങ്ങും. അതിനു മുമ്പ് നടന്ന രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 133 ഭേദഗതികളാണ് കരട് രേഖയിൽ വരുത്തിയിരിക്കുന്നത്. മൊത്തം 16 പേര് പ്രതിനിധികളാണ് ഈ സംഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. കേരളത്തിൽ നിന്നും KK രാകേഷ് ആയിരുന്നു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് രാഷ്ട്രീയ അവലോകന ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ന് സംഘടനാ റിപ്പോർട്ടുകളുടെ ചർച്ചയിലേക്ക് കടക്കും. ഒപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി നൽകുകയും ചെയ്യും. നാളെയും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള തെരഞ്ഞെടുപ്പും കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒഴിവ് വരുന്ന സ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് KK രാകേഷ് ഉൾപ്പെടെ പല നേതാക്കന്മാരുടെയും പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോയിലും അത്തരത്തിൽ പല പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാവരും നോക്കി നിൽക്കുന്നത് ആര് ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള കാര്യത്തിലാണ്. EMSന് ശേഷം കേരളത്തിലേക്ക് CPIMന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ MA ബേബിയുടെ സാധ്യതകൾ എത്ര കണ്ട് വലുതായിരിക്കും? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന്
കഴിയുന്നതോടുകൂടി തന്നെ നാളെ ഉച്ചയോടുകൂടി പോളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു ഏകദേശ ചിത്രം വ്യക്തമാകും. അതിനിടയിൽ ഈ SFIOയുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ശരി ബിനോയ്.